പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. പ്രഹർഷം 70-ലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 70 വയസ്സ് തികയുന്ന മണ്ണുത്തി വെറ്റിനറി കോളേജിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡോക്യുമെന്ററിയാണ് പ്രഹർഷം 70. 1971 പഠിച്ചിറങ്ങിയ 67 ബാച്ചുകാരനായ ഡോക്ടർ രാജൻ ചുങ്കത്തിന്റെ ഇനിയും ജരാനര ബാധിക്കാത്ത ഓർമ്മകളിലൂടെ വെറ്റിനറി കോളേജിന്റെ വർത്തമാന വിശേഷങ്ങൾ ഇതിലൂടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, കാഴ്ചപ്പാടിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടേക്കാം. സതിയം ക്ഷമിക്കുക, പൊറുക്കുക. ആകാശത്തിന്റെ അനന്ത നീലിമയ്ക്ക് താഴെ മറ്റൊരു അപൂർവ നീലിമ. മണ്ണുത്തി വെറ്റിനറി കോളേജ് ക്യാമ്പസ് എവിടെ നോക്കിയാലും ഹരിതാഭമായ പുൽമേടുകൾ, അവർക്കിടയിൽ ഇളം വർണ്ണമുള്ള പൂക്കൾ, പൂക്കളിൽ നിന്നും മധു നുകരുന്ന തേനീച്ചകളുടെ നേർത്ത മുരളൽ, സുഗന്ധവാഹിയായ കുളിർതെന്നൽ. ഇന്ദ്രിയങ്ങളെ മാത്രമല്ല അന്തരാത്മാവിനെ പോലും അനുഭൂതി ധന്യമാക്കുന്ന ആദിമൂല പ്രകൃതി. വിവേകിയായ ഒരാനയെ പോലെ മണ്ണുത്തിയെ കുനിഞ്ഞു നോക്കിയാണ് വെറ്റിനറി കോളേജിന്റെ നിൽപ്പ്. തൃശൂർ കോർപ്പറേഷന്റെ ഭാഗമായ മണ്ണുത്തിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒല്ലുക്കര എന്നാണ് അറിയപ്പെടുന്നത്. പഠിച്ചിറങ്ങിയ മണ്ണുത്തി വെറ്റിനറി കോളേജിന്റെ പെരുമ വാനോളം ഉയർത്തിയ ഏതാനും പേർ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ക്യാൻസറിനെതിരെ 12 മരുന്നുകളുടെ പാറ്റന്റുമായി ഹാർവർഡ് സർവകലാശാലയിൽ ഗവേഷണം നടത്തി വിരമിച്ച ഡോക്ടർ EP കൃഷ്ണമേനോനാണ് അവരിൽ ഒരാൾ. 1970-ലാണ് ഞാൻ മണ്ണുത്തി നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം 3 കൊല്ലം ഇവിടെ ഷാവാലസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജമൈക്കയിലേക്ക് എന്നെ റിക്രൂട്ട് ചെയ്തു. ലെപ്റ്റോസ്പൈറോസിസ്, ബ്രൂസെല്ലോസിസ്, ട്യൂബർക്കുലോസിസ് എന്നീ രോഗങ്ങളുടെ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ റിക്രൂട്ട് ചെയ്തതെങ്കിലും അവിടുത്തെ ലാർജ് അനിമൽ പ്രാക്ടീസും സ്മാൾ അനിമൽ പ്രാക്ടീസും ഞങ്ങൾ ചെയ്തിരുന്നു. 4 കൊല്ലം കഴിഞ്ഞ ശേഷം അവിടെ ഞാൻ കേമാൻ ഐലൻഡ്സിലെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ട് ജോലി മാറി. 1 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുത്തെ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കീഴിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിഷറീസ്, നാച്ചുറൽ റിസോഴ്സസ് ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് താഴെ ഉണ്ടായിരുന്നു. വളരെയധികം സ്റ്റാഫുകൾ. കേമാനിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഹാർട്ട് വർം ഡിസീസസ് സ്മാൾ അനിമൽസ്, ഡോഗ്സിലും ക്യാറ്റ്സിലും സാധാരണ ഉണ്ടായിരുന്നതും ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഫൈലേറിയാസിസും ഇതുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടും അവിടെയുള്ള ചില വളരെ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നുകളുടെ ഇത് അറിയുന്നത് കൊണ്ടും അങ്ങനെ ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തി ഈ ഡോഗ്സിലും ക്യാറ്റ്സിലും. അത് അതിൻ്റെ സൈറ്റോകൈൻ ഇൻഫ്ലക്ഷന് ചെറുക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഈ അസുഖത്തിനെ മാറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടി. ഈ പബ്ലിസിറ്റിയുടെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എമിൽ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അതിൻ്റെ ചീഫ് ഫിസിഷ്യനും അതുപോലെ അവിടുത്തെ റിസർച്ചിന്റെ ഹെഡും. അദ്ദേഹം 63-ൽ നോബൽ ലോറിയേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പുതിയ ഡ്രഗ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു PhD എടുത്തു കഴിഞ്ഞ ശേഷം. അവിടെ തന്നെ PhD എടുത്തത്. എടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റോബോട്ടിക് സർജറി വിഭാഗം പരിശീലകൻ ഡോക്ടർ AK ഉണ്ണിസാറാണ് മറ്റൊരു പ്രതിഭ. 1966 മുതൽ 99 വരെ മണ്ണുത്തി വെറ്റിനറി കോളേജിന്റെ പോൾട്രി ഗവേഷണ രംഗത്തും ഫാക്കൽറ്റിയുടെ മൊത്തം റിസർച്ചിന്റെ ചുമതലയുള്ള റിസർച്ച് കോർഡിനേഷൻ പ്രൊഫസറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2002-ലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ഗവേഷണ രംഗത്തിന്റെ കോർഡിനേഷൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രൊഫസറായി. ഇന്ത്യയിൽ ഈ അടുത്ത ഭാവിയിൽ തന്നെ റോബോട്ടിക് സർജറി വളരെ പ്രാബല്യത്തിൽ വരുമെന്നും അതിന് തക്കതായിട്ടുള്ള മാൻ പവർ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഇല്ലെന്നും മനസ്സിലാക്കി നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ കഴിയണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മെസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർജിക്കൽസ് കമ്പനിയുമായി ഒരു MOUന്റെ അടിസ്ഥാനത്തിൽ റോബോട്ടിക് സർജിക്കൽ സെന്റർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും അത് അമൃതയിലായിരിക്കണമെന്നും എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തുകൊണ്ട് CPCSE-യുടെ പെർമിഷനും എല്ലാം വാങ്ങിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി വരുന്നത്. അത് വളരെ വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര GST ഡയറക്ടർ ജനറലായി വിരമിച്ച ഡോക്ടർ ജോൺ ജോസഫാണ് മറ്റൊരാൾ. 1977 BSc ആൻഡ് AH ബാച്ചിലെ വിദ്യാർത്ഥി.
1983 സർജറിയിൽ MBSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവേശിച്ചു. 2020 കേന്ദ്ര ഗവൺമെന്റിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ മെമ്പറായും ചെയർമാനായും പ്രവർത്തിച്ച ശേഷം വിരമിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ വെറ്ററിനറി കോളേജിലെ സൗഹൃദങ്ങളുടെ ഊഷ്മളതയും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും എന്നും എന്റെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായിരുന്നു എന്നെനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിലുമുപരിയായി എന്റെ ജീവിത പങ്കാളിയായ ഡോക്ടർ മേരി കെ എബ്രഹാമിനെ ലഭിച്ച സ്ഥലം എന്ന നിലയിൽ വെറ്ററിനറി കോളേജ് എന്നും എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നൊരിടമാണ്. എന്റെ ജീവിതപാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ 2 മക്കളും സിവിൽ സർവീസ് പരീക്ഷ എഴുതി IPS നേടി. ഇന്ന് ചൈത്ര തെരേസ ജോൺ കേരള കാഡറിലും ഡോക്ടർ ജോർജ് അലൻ ജോൺ ബംഗാൾ കാഡറിലും SP-മാരായി സേവനമനുഷ്ഠിക്കുകയാണ്. US-ലെ ST ജെനറ്റിക്സ് സെക്സിംഗ് ടെക്നോളജീസിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് കളരിക്കൽ ആണ് മറ്റൊരു ഭാഗ്യവാൻ. വെറ്റിനറി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 7 കൊല്ലം കേരളത്തിൽ ജോലി ചെയ്തു. 1993 ഇന്ത്യ വിട്ടതിന് ശേഷം മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. 1000 പശുക്കളുള്ള ഒരു ഫാമിൻ്റെ പ്രോജക്റ്റ് വെറ്ററിനറിയനായും ഫാം മാനേജറായും 7500 ആനിമൽസ് ഉള്ള ഒരു പ്രോജക്റ്റിൻ്റെ ജനറൽ മാനേജറായും ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഡിലവാൽ എന്ന സ്വീഡിഷ് മിൽക്കിംഗ് മെഷീൻ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ, ABS ഗ്ലോബൽ എന്ന അമേരിക്കൻ കമ്പനിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ, കനേഡിയൻ കമ്പനിയായ ആൾട്ട ജെനറ്റിക്സിൽ സീനിയർ ഡയറക്ടർ ഫോർ ഇന്റർനാഷണൽ സെയിൽസ്, ഐഡെക്സ് ലബോറട്ടറീസ് എന്ന അമേരിക്കൻ വെറ്റിനറി ഡയഗ്നോസ്റ്റിക് കമ്പനിയിൽ സീനിയർ കൊമേഴ്സ്യൽ ഡയറക്ടർ എന്ന നിലയിലും ജോലി ചെയ്തു. ഗ്ലാസ്ഗോ വെറ്റിനറി സ്കൂളിൽ നിന്നും മാസ്റ്റേഴ്സ്, ബർമിംഗം ബിസിനസ് സ്കൂളിൽ നിന്നും MBA, ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നിവ ലഭിച്ചു. 100-ലധികം രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി. ഇതിനെല്ലാം അടിസ്ഥാനമായി നമ്മുടെ കോളേജിൽ നിന്ന് ലഭിച്ച അറിവും അനുഭവങ്ങളും ഏറ്റവും വലിയ അസറ്റും ഇൻസ്പിറേഷനുമായി എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. നമ്മുടെ കോളേജിന്റെ വരാന്തകളിലെ കുശലങ്ങളും ചില കോർണറുകളിലെ സ്നേഹസല്ലാപങ്ങളും പിണക്കങ്ങൾക്കും അപ്പുറം നാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സ്നേഹവും സൗഹൃദവുമാണ് എനിക്ക് കൂടുതൽ നോസ്റ്റാൾജിയായി തോന്നിയിട്ടുള്ളത്. 40 വർഷം നീണ്ട എൻ്റെ ഈ യാത്രയിൽ ആ നോസ്റ്റാൾജിയയ്ക്ക് വീണ്ടും മാറ്റുകൂട്ടിക്കൊണ്ട് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപാഠിയും സഹധർമ്മിണിയുമായ ശൈലയും 2 മക്കൾക്കുമൊപ്പം ഇംഗ്ലണ്ടിൽ ജീവിച്ചുകൊണ്ട് എൻ്റെ ഈ യാത്ര ഇപ്പോഴും തുടരുന്നു. 1957 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്ത 3 നില മെൻസ് ഹോസ്റ്റലിന് പുറമെ 3 പ്രത്യേകം ബ്ലോക്കുകൾ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകം PG മെൻസ് ഹോസ്റ്റലിന് പുറമെ പ്രിയദർശിനി, നവമി, പഞ്ചമി, പൗർണമി എന്നിങ്ങനെ 5 വനിതാ ഹോസ്റ്റലുകളും ഈ ക്യാമ്പസിനകത്തുണ്ട്. 1961 3000 പുസ്തകങ്ങളുമായി കോളേജിലെ പ്രധാന കെട്ടിടത്തിൽ ലൈബ്രറി ആരംഭിച്ചത്. പ്ലാനിൽ അനാട്ടമി മ്യൂസിയത്തിനായി നിശ്ചയിച്ച സ്ഥലത്താണ് ലൈബ്രറി ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ 1,00,000-ലേറെ പുസ്തകങ്ങളുണ്ട്. ഇതിനും പുറമെ ജനപ്രിയ പുസ്തകങ്ങളും ആനുകാലികങ്ങളും അടക്കമുള്ള പുതിയൊരു ലൈബ്രറി സമുച്ചയം കോളേജിലെ ആനിമൽ സയൻസ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു. വായനയോളം ലഹരി തരുന്ന മറ്റൊരിടമില്ലെന്ന് ബോധ്യമുള്ളവർക്കുള്ളതാണ് ഈ പുതിയ വായനാ സങ്കേതം. കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസ്. ഏകദേശം 375 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്നു. ഇന്ത്യയിലെ മറ്റ് വെറ്ററിനറി കോളേജുകളെല്ലാം സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ യൂണിറ്റുകളുള്ളപ്പോൾ ഇവിടെ കൊമേഴ്ഷ്യൽ ലെവലിലുള്ള വലിയ ഫാമുകളിലാണ് സ്റ്റുഡൻസിന് എപ്പോഴും പ്രാക്ടിക്കലിന് പോകാനും എക്സ്പീരിയൻസ് കിട്ടാനുള്ള സൗകര്യം. 2011 വെറ്റിനറി യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം അത്ഭുതകരമായ കുറേ മാറ്റങ്ങൾ ക്യാമ്പസിൽ സംഭവിച്ചു. യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വന്നാണ് ശ്രീ KR നാരായണൻ ഹോസ്പിറ്റൽ സമുച്ചയം. ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഹോസ്പിറ്റൽ കോംപ്ലക്സ്. അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ഡയറി ടെക്നോളജി. വെറ്ററിനറി യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ വേറെ ഒരു കോളേജിലും പറയാൻ പറ്റാത്ത ഒരു ഫെസിലിറ്റിയാണത്. ജനശ്രദ്ധ ആകർഷിച്ച ഏതാനും കണ്ടെത്തലുകൾ അടുത്ത കാലത്ത് ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. കോഴി മാലിന്യത്തിൽ നിന്നും ബയോഡീസൽ അത്തരമൊരു കണ്ടെത്തലാണ്. അതേക്കുറിച്ച് അത് കണ്ടെത്തിയ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജോൺ എബ്രഹാം സംസാരിക്കും. കേരളത്തിലുള്ള ജനങ്ങളുടെ 99% ആൾക്കാരും മാംസമുക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസം കോഴിയിറച്ചിയാണ്. ഒരു കോഴിയെ നമ്മൾ കൊല്ലുമ്പോൾ അതിൻ്റെ 70% മാംസവും 30% വേസ്റ്റുമാണ് നമുക്ക് ലഭിക്കുന്നത്.
ഇതില് തൂവല്, കുടല്, കാല്, തല എന്നിവ ഉൾപ്പെടും. ഈ കോഴി മാലിന്യം കേരളത്തിലെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പുഴകളിലും കടലിലും ഒക്കെ ഇത് കൊണ്ടുപോയി തള്ളി ഇത് ഒരുപാട് പൊല്യൂഷനും ജനജീവിതം വിഷമമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രൈ റെൻഡറിംഗ് എന്നൊരു പ്രക്രിയ മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഡോക്ടർ ജെ എബ്രഹാം കൊണ്ടുവന്നത് 1996. ഈ പ്രക്രിയ വഴി ഈ കോഴി മാലിന്യത്തെ നമുക്കൊരു പ്രോട്ടീൻ പൊടിയായി മാറ്റാം. അതോടുകൂടി അതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ് കോഴി എണ്ണ. ഈ എണ്ണയെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ ബയോഫ്യൂൽ ആയ ബയോഡീസലാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നമാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ വിജയിക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ കറവയന്ത്രം, രോഗീ സ്പർശം ഒഴിവാക്കിയുള്ള സ്റ്റെതസ്കോപ്പ് എന്നിവയും ഡോക്ടർ ജോൺ എബ്രഹാമിൻ്റെ പുതിയ കണ്ടെത്തലുകളാണ്. 1992 ഡോക്ടർ AM മൈക്കിൾ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലത്താണ് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ മീറ്റ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പിറവി. അതിനു മുമ്പ് ശ്രീ കാളീശ്വരൻ IAS VCയും ഡോക്ടർ G നിർമ്മലൻ സാർ ഡീനുമായിരുന്ന കാലത്ത് ഇതിനായി പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല. അതിനെ തുടർന്നാണ് ഡോക്ടർ J എബ്രഹാം സാറിനെ ഈ വകുപ്പിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുന്നത്. 1992 ഈ സ്ഥാപനം ഇവിടെ ഞാൻ സ്ഥാപിക്കുന്നത്. അതുവരെ യൂണിവേഴ്സിറ്റിയിൽ മീറ്റ് ടെക്നോളജിക്ക് വേണ്ടി ഒരു സ്ഥാപനമില്ലായിരുന്നു. 92 ചെറുതായിട്ട് തുടങ്ങിയ ഈ സ്ഥാപനം പിന്നീട് വളർന്ന് വലുതായി ഞാനൊരു റിവോൾവിംഗ് ഫണ്ട് സ്കീമൂടെ കൊണ്ടുവന്ന് അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റൂടെ അക്കാഡമിക് പ്രോഗ്രാമിന്റെ കൂടെ ചേർത്ത് ഇത് വികസിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വേൾഡ് ബാങ്കിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സഹായത്തോടുകൂടി ഒരു വലിയ പ്രോജക്റ്റ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തുടങ്ങി. അത് 2000 തുടങ്ങിയത്. 2003 ആയപ്പോഴേക്കും ഞാനത് പൂർണ്ണമായി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആയി ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അപ്രൂവലോടുകൂടി അത് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് മീറ്റ് ടെക്നോളജി യൂണിറ്റും. അങ്ങനെ വളർന്നു വലുതായി ഇന്നിപ്പോൾ ഏകദേശം 55 വിവിധ തരം മീറ്റ് വിഭവങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കമേഴ്ഷ്യലായിട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് താനും. ഇറച്ചിയും ഇറച്ചി വിഭവങ്ങളും അതെങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ സേഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ വിപണനം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അത് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞങ്ങൾ അതിന്റെ പാഠ്യവിഷയങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥാപനം വളർന്നു വലുതായി. 22 വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു. അതിനുശേഷവും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇറച്ചി അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കോളേജിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന 2 വിൽപ്പന കേന്ദ്രങ്ങൾ വഴിയും തൃശൂർ നഗരത്തിലെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയും വിറ്റഴിക്കുന്നുണ്ട്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ഭാഗമായ മണ്ണുത്തി ക്യാമ്പസിലെ വെറ്ററിനറി ഹോസ്പിറ്റൽ ആധുനിക മൃഗചികിത്സാ രംഗത്തെ നാഴികക്കല്ലാണ്. പ്രതിവർഷം 30,000-ലധികം മൃഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ നിത്യനിദാന ചെലവുകൾ എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് റിവോൾവിംഗ് ഫണ്ട് വഴിയാണ്. അലുമിനി അഥവാ ആൽമമേറ്റർ എന്ന ലാറ്റിൻ പദത്തിന് നിഘണ്ടു നൽകുന്ന അർത്ഥം വിദ്യാദാത്രി, ബെനൈൻ മദർ എന്നാണ്. ഒരുപക്ഷേ ഒരു കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃവിദ്യാലയത്തിന് ഒരു വലിയ ഓഡിറ്റോറിയം നിർമ്മിച്ച് നൽകി മറ്റുള്ളവർക്ക് മാതൃകയായതും മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാവാം. 2010 മണ്ണുത്തി വെറ്ററിനറി കോളേജ് അലുമിനി അസോസിയേഷൻ കേരള ബക്കർ മാതൃകയിൽ പണി കഴിപ്പിച്ച സുവർണം ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം സ്പീക്കർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനായി ലക്ഷങ്ങൾ സംഭാവന ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഫുട്ബോൾ കോർട്ടിനരികിലെ വിശാലമായ പുൽത്തകിടിയിൽ മാനത്തു നിന്നും കൊഴിഞ്ഞു വീണ അരുണ നക്ഷത്രം പോലെ പ്രകൃതിയോടിണങ്ങി സുവർണം ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം വിളങ്ങി നിൽക്കുന്നു. കലാകായിക രംഗത്ത് എന്നും എപ്പോഴും അന്തർ സർവകലാശാല തലത്തിലടക്കം മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ സ്ഥാനം ഏറെ ഉയരത്തിലാണ്. 1-ാം വർഷം മുതൽ ആരംഭിക്കുന്ന ചിട്ടയായ പരിശീലനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ നല്ല കലാകായിക താരങ്ങളായി മാറ്റുന്നത്. അതിവിശാലമായ 3 കളിസ്ഥലങ്ങളോടൊപ്പമുള്ള 2 സ്പോർട്സ് പവലിയനുകളും ജിംനേഷ്യവും ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ ഭാഗമാണ്. മഴ ഒഴിഞ്ഞൊരു പ്രഭാതത്തിലാണ് ഇത്തവണ മണ്ണുത്തിയിലെത്തിയത്. രാത്രി പെയ്ത മഴയുടെ അവശിഷ്ടങ്ങൾ മരത്തണലുകൾക്ക് താഴെ തണുത്തുറഞ്ഞു കിടപ്പുണ്ട്. ഒപ്പം ഒരു ഒഴിവ് ദിനത്തിൻ്റെ അലസ മൗനവും. ഇവിടെ ഈ മരത്തണലിൽ നിൽക്കുമ്പോൾ ഞാൻ കോരിത്തരിക്കുന്നു. ഓർമ്മകൾക്ക് വർണ്ണവും ഗന്ധവും ഏറുന്നു. വിദ്യാർത്ഥിയായി ഇവിടെ പഠിക്കാനെത്തിയത് ഒരുപക്ഷെ ജന്മ നിയോഗമായിരിക്കാം.
ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് കാലത്തിൻ്റെ പൂർവ്വ നിശ്ചയം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മണ്ണുത്തി വെറ്ററിനറി കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പഥത്തിലെ വെറും ഒരു സ്മാരക മന്ദിരമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അടയാള ചിഹ്നമായി ചരിത്ര പുരാവൃത്തങ്ങൾക്കിടയിൽ നിരവധി അർത്ഥസൂചനകൾ ഉൾക്കൊള്ളുന്ന ഭഗ്ന നിശബ്ദതയുടെ പ്രതിരൂപമെന്നോണം ഇപ്പോഴും തല ഉയർത്തി നിലകൊള്ളുന്നു.